ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് അല്പസമയത്തിനുള്ളിൽ തുടക്കമാകും. തോറ്റമ്പാട്ടിന്റെ അകമ്പടിയോടെ തന്ത്രി കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി ക്ഷേത്രം തന്ത്രിയുടെ കയ്യിലും ദേവിയുടെ പള്ളിവാളിലും കാപ്പ് കെട്ടുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വിവരങ്ങളുമായി ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പിനാണ് ഈ മാസം 25-ാം തീയതിയുടെ ദേവീ ഭക്തർക്ക് അതിനൊരു സമാപനമാകുന്നത്. എന്തായാലും ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു എന്നറിയാൻ സാധിക്കുന്നു. എത്രത്തോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ലക്ഷ്മി, കൃത്യം 8 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. ദേവിയുടെ ചിലമ്പിലും അതുപോലെ തന്നെ ക്ഷേത്രം മേൽശാന്തിയുടെ കയ്യിലും പഞ്ചലോഹത്തിന്റെ കാപ്പുകൾ ചാർത്തുന്നതോടെയാണ് ഈ ക്ഷേത്രം ഉത്സവത്തിന്റെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഔദ്യോഗികമായ തുടക്കമാകുന്നത്. ഈ ക്ഷേത്രസന്നിധിയിൽ തന്നെ ഏറ്റവും മുൻവശത്തായി ഓലക്കുടലിൽ സ്ഥാപിച്ചിരിക്കുന്ന പാട്ടുപുരയിൽ തോറ്റംപാട്ട് നടക്കും. ആ തോറ്റംപാട്ടിന് സമാന്തരമായിട്ടായിരിക്കും ഈ കാപ്പുകെട്ട് ചടങ്ങ് നടക്കുക. രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുകയും അമ്മയെ കാണുവാനുള്ള ഒരു ഒരുക്കത്തിലാണ് നിൽക്കുന്നത്. ഈ 8 മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത്. ഇപ്പോൾ ദർശനത്തിനുള്ളൊരു തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം 25-ാം തീയതിയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഈ ഉത്സവത്തിൻ്റെ ആരംഭ ദിവസമായ ഇന്നാണ് തോറ്റംപാട്ടിൻ്റെ അകമ്പടിയോടുകൂടിയാണ് തോറ്റംപാട്ടിന് സമാന്തരമായിട്ടായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക. ഈ ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ദേവിയെ ആനയിച്ച് കുടിയിരുത്തുക എന്നൊരു സങ്കല്പത്തിലാണ് ഈ കാപ്പ് കിട്ടുന്നത്. പഞ്ചലോഹത്തിൻ്റെ 2 കാപ്പുകളാണ് ഉള്ളത്. അത് ഒന്ന് ക്ഷേത്രം തന്ത്രി പൂജിച്ച് ക്ഷേത്രം മേൽശാന്തിയുടെയും മറ്റൊന്ന് ദേവിയുടെ പള്ളിവാളിലും കെട്ടും. അങ്ങനെ കെട്ടുന്നതോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചടങ്ങുകൾ ഒക്കെ തുടക്കമാകുന്നത്. ഈ കാപ്പുകൾ ആവശ്യമായ ഈ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാപ്പുകൾ നിർമ്മിക്കുന്നത് നെടിയവിളാകം കുടുംബക്കാരാണ്. അവിടെ നിന്നാണ് ഈ കാപ്പ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയും അത് വ്രതശുദ്ധിയോടുകൂടി തന്നെ പൂജിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ദേവിയെ ഒരു നോക്ക് കാണുവാനും ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഈ നാട്ടുകാരും ജനങ്ങളും എല്ലാവരും. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ പാട്ടുപുരയിൽ തോറ്റംപാട്ട് നടക്കുന്നുണ്ട്. അത് തോറ്റംപാട്ടിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നതോടുകൂടി തന്നെയായിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനും തുടക്കം കുറിക്കുന്നത്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് തോറ്റംപാട്ടിനും വലിയ ഒരു പ്രാധാന്യമുണ്ട്. എന്തായാലും 8 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ദേവിയുടെ പള്ളിവാളിലും മേൽശാന്തിയുടെ കയ്യിലും കാപ്പ് ചാർത്തുന്നതോടുകൂടിയാണ് കാപ്പ് ചാർത്തൽ ചടങ്ങ് വിശുദ്ധമായിട്ടാണ് ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഈ കാപ്പ് ചാർത്തിന് കാണുന്നത്. ആ കാപ്പ് ചാർത്തുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. വ്രതശുദ്ധിയോടെ തയ്യാറാക്കുന്ന കാപ്പ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിക്കുകയും അതിനുശേഷമാണ് ഈ ക്ഷേത്രം മേൽശാന്തി അത് പൂജിച്ച് ക്ഷേത്രം തന്ത്രി പൂജിച്ച് അത് മേൽശാന്തിയുടെ കയ്യിലും അതുപോലെ തന്നെ ദേവിയുടെ പള്ളിവാളിലും ചാർത്തും. ഇതോടുകൂടിയാണ് ഈ ഉത്സവത്തിന് തുടക്കമാകുന്നത്. ആ ഒരു ശുഭമുഹൂർത്തം കാണുവാനുള്ള ഒരുക്കത്തിലാണ് ആറ്റുകാൽ സന്നിധിയും. രാവിലെ 3 മണിയോടുകൂടി തന്നെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തി തുടങ്ങിയിരുന്നു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി ആളുകൾ ഇപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം 25-ാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ എല്ലാം തുടക്കവും ഇത് തന്നെ ഉണ്ടാകും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിലാണ് ഇത് ഉണ്ടാകുക. എന്തായാലും ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിൽക്കുന്നത്. എല്ലാവരും അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിലൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് എല്ലാവരും ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ ഈ കാപ്പ് ചാർത്തൽ ചടങ്ങ് കൂടി നടക്കുന്നതോടെ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഔദ്യോഗികമായ തുടക്കമാകും. എല്ലാവരും കാത്തിരിക്കുന്നൊരു നിമിഷമാണ്. നമുക്കറിയാം, ഒരു പൊങ്കാലക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പൊങ്കാലക്കാലത്തേക്കുള്ളൊരു കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത്, ഭക്തരെല്ലാവരും ഉള്ളത്. ആ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അടുത്ത പൊങ്കാലക്കാലം വേഗമാകണമേ എന്നൊരു ചിന്തയിലാണ് എല്ലാ ഭക്തരുമുള്ളത്. ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പാണ്, ഒരു ജന്മത്തിൻ്റെ കാത്തിരിപ്പാണ് ഇവിടെ സഫലമാകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വരുന്ന സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു പുണ്യസ്ഥാനമാണ് ഈ തിരുവനന്തപുരത്തിലെ അനന്തപുരിയിലെ ആറ്റുകാൽ ദേവി ക്ഷേത്രം. വളരെ പ്രശസ്തമായ ക്ഷേത്രത്തിൽ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഈ നിരവധി ചടങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരമ്പരാഗത
ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ 8 മണിയോടെ ആ ചടങ്ങ് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടക്കമാകും. ഒപ്പം തന്നെ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ വർണ്ണിക്കുന്ന തോറ്റമ്പാട്ട് അവതരണത്തിനും തുടക്കമായിട്ടുണ്ട്. ഒപ്പം തന്നെ കുട്ടിയോട്ട വ്രതാരംഭം 19-നാണ്. ഈ മാസം 25-നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.